ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിത്രാണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രാണ പ്രഭാഷണത്തിൽ ഇന്ന് ജൂൺ മാസം 29-ാം തീയതി ഞായറാഴ്ചയിലെ പഠന വിഷയമായ ശിഷ്യത്വം ക്രിസ്തുവിനോടുകൂടെ കുരിശിൻ്റെ വഴിയിൽ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ ഏവങ്കേലിയനായി നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ദിവസം വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും നാളായും സഭ വേർതിരിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയയിലെ പ്രധാന വിഷയം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുക്കുവാനുമാണ് വന്നിരിക്കുന്നത് എന്നുള്ള പ്രസ്താവനയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സംഭവം നമുക്കറിയാമല്ലോ. സെബദി മക്കളായ യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ യേശു ക്രിസ്തുവിനോട് വന്ന ഒരു പ്രത്യേക ആവശ്യം പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനായിട്ടുള്ള യോഗ്യത തൻ്റെ 2 മക്കൾക്കുമായി നൽകണം. ഇതിനോടകം യേശു ക്രിസ്തു പ്രസിദ്ധന റബിയായി കഴിഞ്ഞിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പ്രസിദ്ധനായി കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും തൻ്റെ മക്കൾക്ക് സ്ഥാനം ലഭിക്കണമെന്നൊരു അമ്മ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ഈ കാര്യത്തിൽ യേശു ക്രിസ്തു അവരെ ശാസിക്കുന്നുമില്ല. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, ആധുനിക രീതിയിലുള്ള നേതൃത്വത്തിൻ്റെ ശൈലിക്ക് വ്യത്യസ്തമായി ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ആയിരിക്കണം എൻ്റെ ശിഷ്യന്മാർ പ്രവർത്തിക്കേണ്ടത്, എൻ്റെ അനുയായികൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ്. ഈ ഭാഗത്ത് 2-3 പദങ്ങൾ ശ്രദ്ധിക്കണം. കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഭരിക്കുന്നവരായിട്ടല്ല, അധികാരം പ്രകടിപ്പിക്കുന്നവരായിട്ടല്ല, പിന്നെ ശിഷ്യന്മാരായും ദാസന്മാരായും സേവകന്മാരുമായിട്ടാണ് എൻ്റെ ശിഷ്യന്മാർ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നാണ് കർത്താവിടെ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ദാസ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം. ഒരു റോമൻ നാണയത്തിൽ ആലേഖനം ചെയ്തിരുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആ ചിത്രം ഒരു കാളയുടേതാണ്. ആ കാളയുടെ മുൻപിൽ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് ഒരു യാഗപീഠമാണ്, മറ്റൊന്ന് ഒരു കലപ്പയാണ്. ഈ കാളയ്ക്ക് ഇതിലേത് വേണമെങ്കിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കലപ്പ, ഒന്ന് യാഗപീഠം. യാഗപീഠത്തിൽ ഒരു യാഗവസ്തുവായി സമർപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ ആജീവനാന്തം തൻ്റെ യജമാനൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കലപ്പ എന്താം. 2 ഓപ്ഷൻസേ ഉള്ളൂ, മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഈ 2 ഓപ്ഷൻസാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്ക്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർക്ക് അവകാശങ്ങൾ ഒന്നുമില്ല. നമ്മുടെ അവകാശങ്ങളെല്ലാം നമ്മൾ ക്രിസ്തുവിൽ സമർപ്പിച്ചവരാണ്. അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ നമുക്ക് ട്രേഡ് യൂണിയനുകളില്ല, നമുക്ക് സംഘടനകളില്ല. കാരണം യേശുക്രിസ്തുവാണ് നമ്മുടെ ഓഹരിയും അവകാശവുമെല്ലാം. ഈ ഭാഗത്ത് കാണുന്ന 2-3 പദങ്ങൾ ദാസൻ, ശിഷ്യൻ എന്നൊക്കെയുള്ള പദങ്ങളാണ്. സേവന മനോഭാവം സഭ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ പോലും സഭാതലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ചില പദങ്ങൾ പ്രാമാണിത്വത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും ഒക്കെ മുഖമുദ്രകളാണ്. സാധാരണ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയ, മാറിപ്പോയ, മാഞ്ഞുപോയ പല പദങ്ങളും ഇന്ന് സഭാതലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. സുവിശേഷ വേല സേവന മനോഭാവത്തോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സഭയിലെ ഒരു സുവിശേഷകനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഉപദേശി എന്തുണ്ട് വിശേഷം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കോപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപദേശിയല്ല, ഉപദേശി എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്ന സുവിശേഷകൻ, സാറെന്നും അപ്പോസ്തലനെന്നും പ്രവാചകനെന്നും ഒക്കെയാണ് വിളിക്കപ്പെടേണ്ടതെന്നാണ് അവരാഗ്രഹിക്കുന്നത്. സ്ലീഹ എന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. മാർത്തോമാ സഭയിലെ വൈദികർ ശുശ്രൂഷ ഏൽക്കുമ്പോൾ എല്ലാം എഴുതി സമർപ്പിച്ച് ആണ് ശുശ്രൂഷ ഏൽക്കുന്നത്. പക്ഷേ ഏറ്റുകഴിയുമ്പോൾ തങ്ങളെ നിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ മടിക്കുന്നവർ, കുറേ കൂടെ ആകർഷണീയമായ സ്ഥാനങ്ങൾ കാണുമ്പോൾ അവിടെ ചേക്കേറാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ ഇന്നത്തെ ഒരു മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. ഷെമ്മാശന്മാർക്ക്
പട്ടം നൽകപ്പെടുന്ന സമയമാണല്ലോ ഇത്. ഈ സേവന മനോഭാവത്തോടുകൂടി കർത്താവിനെ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 1998 സൈപ്രസിലെ ലിമാസോൾ എന്ന നഗരത്തിൽ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ കോൺഫറൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ചെന്നപ്പോൾ പ്രതിനിധികളെ അവിടെ സ്വീകരിച്ച സ്വാഗത സംഘം, അതിനുശേഷം ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരുന്ന മുറിയിലേക്ക് ഞങ്ങളെ സ്വാഗത സംഘത്തിലെ ഓരോരുത്തരും ഞങ്ങളെ ആകർഷിച്ചു, ഞങ്ങളെ നയിച്ചു. എൻ്റെ കൂടെ വന്നത് സൈപ്രസിലെ ബിഷപ്പാണ്. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എൻ്റെ ബാഗ് ഏറ്റുവാങ്ങി. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അത് തന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് മൈ പ്രിവിലേജ് എന്നാണ്. സൈപ്രസ് ബിഷപ്പ്, ലിമാസോൾ ബിഷപ്പാണ് ഈ പറഞ്ഞത് എന്ന് ഓർക്കണം. ഇത്ര വിനയത്തോടു കൂടിയാണ് അദ്ദേഹം ഇടപെട്ടത് എന്ന് ഞാൻ ഓർക്കുന്നു. പൗലോസിനെയും പത്രോസിനെയും ഓർക്കുന്ന നാളുകളാണല്ലോ ഇത്. യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന എല്ലാവരും തന്നെ, വിശുദ്ധ യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും സ്വാഭാവിക മരണം അല്ല ലഭിച്ചത്. ഇവരെല്ലാവരും രക്തസാക്ഷികളായി തീരുകയായിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. റോമിൽ സുവിശേഷ വേലയ്ക്ക് എന്നപ്പോൾ പീഡനത്തെ ഭയന്നൊരിക്കൽ തിരികെ പോരുവാനായിട്ട് ഗലീലയിലേക്ക് പോരുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഒരു ക്രൂശ് വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചുവെന്നും, പത്രോസ് നീ എവിടെ പോകുന്നു കോവാദിസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരികെ ഗലീലയിലേക്ക് മടങ്ങുകയാണ് എന്ന് ഭയത്തോടെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതായിട്ടാണ് അദ്ദേഹം ദർശനം കാണുന്നത്. നീ മടങ്ങുകയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ യെരുശലേമിൽ വന്ന് ക്രൂശിക്കപ്പെടാം. എന്നാൽ അദ്ദേഹം ആ ദർശനം സ്വീകരിക്കുകയും അദ്ദേഹം യേശുക്രിസ്തുവിന് വേണ്ടി മരണപ്പെടുകയും ചെയ്ത് നമുക്കറിയാമല്ലോ. തൻ്റെ പീഡകന്മാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ക്രൂശിച്ചുകൊള്ളൂ, പക്ഷേ എൻ്റെ അരുമനാഥൻ ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ പാതാര വൃന്ദങ്ങൾ ചുംബിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊള്ളാം. അങ്ങനെ അദ്ദേഹം തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്നാണല്ലോ ചരിത്രം പറയുന്നത്. വിശുദ്ധ പൗലോസും റോമിൽ വെച്ച് പീഡകന്മാരുടെ മുൻപിൽ, പൗലോസെ നിനക്ക് വിദ്യാഭ്യാസത്തിൽ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്, യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞ പീഡകന്മാർക്ക് മുൻപിൽ ഈസൂസ് ക്രിസ്തുസ് കൂറിയോസ് എന്ന് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് ആ പട്ടാളക്കാരൻ്റെ വാളൊന്ന് മിന്നി പൗലോസിൻ്റെ ഉടലും തലയും വേർപെട്ട് പിടഞ്ഞു. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. രക്തം പുരണ്ട വാൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പട്ടാളക്കാരൻ വിളിച്ചു പറഞ്ഞു, ഈസൂസ് ക്രിസ്തുസ് കൂറിയോസ്. നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ലീഹായും ഭാരതത്തിൽ വന്ന് മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റ് മരിച്ച സംഭവം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞ വാചകം. സേവന മനോഭാവത്തോടുകൂടി എന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രമേ എന്നെ പിന്തുടരുവാനായിട്ട് അവകാശമുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതേറ്റ് സേവന മനോഭാവത്തോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിച്ച ശിഷ്യന്മാർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് സേവന മനോഭാവത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ നമുക്കും ജീവിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.